നമസ്തേ. ഗുരുജി അവധൂത് ഗുരുപ്രസാദ് എഴുതിയ ആത്മഭാഷണം. ആത്മഭാഷണം രാധയും കൃഷ്ണനും തമ്മിലുള്ള ദിവ്യ സംഭാഷണത്തിൻ്റെ ആത്മസാക്ഷ്യമായൊരു ആവിഷ്കാരമാണ്. വാക്കുകളെ മറികടക്കുന്ന ഒരു സ്നേഹബന്ധം, ആത്മാവിൻ്റെ പ്രബുദ്ധത. കാവ്യപരമായ നിർവചനങ്ങളിലൂടെയും ആത്മീയതയിലൂടെയും ഈ പുസ്തകം രാധാകൃഷ്ണ ബന്ധത്തിലെ ദൈവികമായ ആകുലത, സമർപ്പണം, ഐക്യബോധം എന്നിവയെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. ഇത് വെറും സംഭാഷണമല്ല, ഭക്തിയുടെ ഹൃദയത്തിലേക്കുള്ള ഒരു ആത്മീയ യാത്രയാണ്. ആത്മഭാഷണത്തിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. രാധ: കണ്ണ, ഏറ്റവും എളുപ്പവും എന്നാൽ ഏറ്റവും കഠിനവുമായ ഒന്ന് നമ്മളിലുണ്ട്. എന്താണ് എന്ന് പറയാമോ? കണ്ണൻ: അത് പുഞ്ചിരിയല്ലേ രാധേ? രാധ: അതേ കണ്ണ, ആർക്കും എപ്പോഴും ചെയ്യാൻ സാധിക്കുന്നതാണ് പുഞ്ചിരി. എന്നാൽ ആർക്കും സാധിക്കാത്തതും അതാണ്. എന്താവും കാരണം കണ്ണ? കണ്ണൻ: രാധേ, മനസ്സ് നിറഞ്ഞവന് മാത്രമേ ഒന്ന് പുഞ്ചിരിക്കാൻ സാധിക്കൂ. ഹൃദയം തുറന്നവന് മാത്രമേ ആ പുഞ്ചിരി സദാ നിലനിർത്താനാകൂ. രാധ: വാസ്തവം കണ്ണ, നാം തന്നെ സൃഷ്ടിക്കുന്ന ചിന്തകളിൽ കുടുങ്ങി ഒന്ന് പുഞ്ചിരിക്കാൻ പോലും സാധിക്കാതെ ജീവിച്ചു മരിക്കുന്നു. കണ്ണൻ: ശാന്തമായവന് മാത്രമേ പുഞ്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ രാധേ. രാധ: ശരിയാ കണ്ണ, നമുക്കെല്ലാം വെളിച്ചം പകർന്നുകൊണ്ട് കണ്ണൻ്റെ മുഖത്ത് സദാ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നു. ആ പുഞ്ചിരിയാണ് കണ്ണനിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നത്. അതുകൊണ്ട് രാധയ്ക്കും സദാ പുഞ്ചിരിക്കാനാകും. കണ്ണൻ: രാധേശ്യാം.